സാറേ, നമുക്കൊക്കെ വളരെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ് ഉമാ തോമസ്. 25,000-ത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി തൃക്കാക്കരയിൽ നിന്ന് വിജയിപ്പിച്ച് വിട്ട ആളാണ്. പക്ഷേ ഇപ്പോൾ നമ്മയൊക്കെ ദുഃഖത്തിലാഴ്ത്തിയിട്ട് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടു. കലൂർ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മൃദംഗനാഥം എന്ന് പറഞ്ഞിട്ടൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കുന്ന പ്രോഗ്രാമിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് അവരും വന്നിരുന്നു. അങ്ങനെ മന്ത്രി സജി തോമസിനെയൊക്കെ കണ്ട് സജി ചെറിയാനെയൊക്കെ കണ്ടു, ഗ്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് കൈ പിടിച്ചത് റിബൺ കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നാട കെട്ടിയിരിക്കുന്ന സ്ഥലത്തായി പോയി പിടിച്ചത്. അങ്ങനെ അവർ വീണു. ഇപ്പോൾ അവർക്ക് മാരകമായ പരിക്കേറ്റു എന്നാണ് പറയുന്നത്. തലച്ചോറ്, ശ്വാസകോശം, വാരിയെല്ലിനൊക്കെ അല്പം കേടുപറ്റി വല്ലാത്തൊരവസ്ഥയിലാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സാറിന് ഇതിനൊക്കെ? ഞാൻ ആ വാർത്ത കണ്ടു സാർ. ആ ലൊക്കേഷനും ടി വിയിലും പത്രത്തിലും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ പോകാനൊന്നും പോയില്ല. ഈ അല്പം അപകടം പിടിച്ച ഒരു സ്റ്റേജ് ആയിരുന്നു. സാമാന്യ ബുദ്ധിക്ക് നമ്മൾ ആലോചിച്ചത് വീതി വളരെ കുറവ്, കഷ്ടിച്ച് 2 നിര കസേര, പ്ലാസ്റ്റിക് കസേരയുണ്ട്, കൈയില്ലാത്ത പ്ലാസ്റ്റിക് കസേര 2 നിര. ആ 2 നിര ഇട്ട് കഴിഞ്ഞാൽ ഒരടി പോലുമില്ല, പിന്നെ 15 അടി താഴ്ച. ഇതിനിടയ്ക്ക് ഒരു റെയിലിംഗ് ഒന്നുമില്ല, ഫേം റെയിലിംഗ് ഇല്ല. അതിന് പകരമാണ് ഈ നമ്മൾ എയർപോർട്ടിൽ ക്യൂ നിൽക്കാനൊക്കെ നാട കെട്ടി വയ്ക്കുമല്ലോ, ഒരു കുറ്റിയും അതിൽ കൊരുത്തിട്ട് റിബണും. അതിങ്ങനെ അഡ്ജസ്റ്റബിളാണ്. അതിന് ബലമൊന്നുമില്ല. അത് നമ്മളെ ഇത് ക്രോസ് ചെയ്യരുത് എന്ന് കാണിക്കാനായിട്ടുള്ള സിഗ്നൽ മാത്രമാണ്, അല്ലാതെ അതിൽ നമുക്ക് ആശ്രയിക്കാനൊന്നും പറ്റില്ല, സപ്പോർട്ടല്ല. ഇത് വെച്ചാണ് ഇത് തയ്യാറാക്കിയത്. അത് സാമാന്യ ബുദ്ധിക്ക് കണ്ടാൽ തന്നെ അറിയാം. അതിൽ വെറുതെ നടന്നു പോകുന്ന ആൾ പോലും വീഴാൻ സാധ്യതയുണ്ട്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കൈവരിയില്ലാത്ത, 2 വശവും ഓപ്പണാണ്, കൈവരിയുമില്ല. അങ്ങനെയുള്ളൊരു സ്റ്റെപ്പിലൂടെ സാധാരണ മനുഷ്യർക്ക് കയറാൻ സാധിക്കുക. എന്താ കയറിയാൽ ഒരു കുഴപ്പമില്ല. സ്റ്റെപ്പിന് നല്ല വീതിയുണ്ട്, ഒരു 5 അടി വീതിയുണ്ട് സ്റ്റെപ്പിനെന്ന് വെച്ചു. 2 വശത്തും കൈവരിയില്ല, താഴെ ഒരു 40 അടി താഴ്ചയുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ ഒരു മനുഷ്യന് കയറാൻ പറ്റാത്തതുണ്ട്. അതേസമയം കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ, ആശാരിമാർ, മേസ്തിരിമാർ, ഇവരൊക്കെ ചുമ്മാ അങ്ങ് കയറി. അവർക്കൊരു സർക്കസ് നടത്തുന്ന പോലെ അവർക്ക് അത് ചെയ്ത് ശീലമാണ്. അവർ ബാലൻസ്ഡ് ആണ്. സാധാരണ മനുഷ്യന് ബാലൻസ് ഇല്ല. നമുക്ക് തലയിട്ടും ഒരു മനുഷ്യൻ്റെ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ആ കൺസ്ട്രക്ഷൻ സ്റ്റേബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ 2 കാലിലും മാറി മാറി ബലം കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ചെവിക്കുള്ളിലെ ദ്രാവകം, എന്താ കോക്ലിയൽ ഫ്ലൂയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതാണ് നമ്മളെ ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോധം കെടുന്ന മനുഷ്യൻ ഉരുണ്ട് വീഴുന്നത്. അല്ലെങ്കിൽ ബോധം കെട്ടിങ്ങനെ നിന്നാൽ പോരെ, നിൽക്കാൻ പറ്റില്ല. അതേസമയം പശു, ആട്, പൂച്ച ഇതിനൊക്കെ പറ്റും. സാറ് കണ്ടു കാണും, ആടൊക്കെ ഒരു കൈവരിയില്ല, ഒന്നുമില്ല. 18ാം നില പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന് മുകളിൽ ആടിങ്ങനെ വന്ന് താഴേക്കൊക്കെ നോക്കി അവിടെ ഒന്ന് മണത്തിട്ടൊക്കെ ആട് തിരിച്ചു പോകും. നമുക്കങ്ങനെ നോക്കാൻ പറ്റില്ല, കാരണം നമ്മൾ മറിഞ്ഞു പോകും. നമ്മളുടെ ബോധമാണ് നമ്മളുടെ ബാലൻസ് നിലനിർത്തുന്നത്. പിന്നെ പ്രാക്ടീസ്, നിരന്തരം ഈ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ബാലൻസ് വളരെ പെട്ടെന്ന് കീപ്പ് ചെയ്യാനുള്ളൊരു സാമർഥ്യമുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു സാധു സ്ത്രീ അവിടെ കയറി ഒരാളിനെ കണ്ടപ്പോൾ അവർ കൈവീശിയപ്പോൾ അവർ മുന്നോട്ട് വീണു. അവർക്ക് പിടിക്കാനാകെ ആശ്രയം ഈ റിബണാണ്. ഇതിൽ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ റിബണും കൊണ്ട് അവർ താഴത്തേക്ക് വീണു. മഹാഭാവമായി പോയി. ജസ്റ്റ് കാണാൻ. പക്ഷേ ഇതിപ്പോൾ ആൾക്കാർ പറയുന്നത് സുരക്ഷാ പ്രോട്ടോക്കോൾ പാലിച്ചില്ല. എനിക്ക് തോന്നുന്നില്ല ഇതിനൊന്നും എന്തെങ്കിലും പ്രോട്ടോക്കോളുണ്ട്. ഒരു സാധനത്തിന് കൈവരി വേണം എന്ന് പറഞ്ഞിട്ടൊരു നിയമമുണ്ടോ നാട്ടിൽ? എനിക്ക് തോന്നുന്നില്ല ഉണ്ട്. അങ്ങനൊരു നിയമം എൻഫോഴ്സ് ചെയ്യാനും പറ്റില്ല. കൈവരി ഇല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്, വലിയ ഡേഞ്ചർ ഇല്ലാത്ത സ്ഥലത്ത് കൈവരി ഇല്ലാതെ. നമ്മളിപ്പോൾ വീട്ടിലേക്ക് കയറി പോകുന്നൊരു 3 പടിയുണ്ട്. ചിലരതിന് കൈവരി വയ്ക്കും, ചിലർ വയ്ക്കില്ല. 3 പടിയേ ഉള്ളൂ നമ്മൾ കയറിപ്പോകും. ഇതിനൊന്നും നിയമമുള്ളതായിട്ട് എനിക്കറിയില്ല. ബട്ട് സാമാന്യ ബുദ്ധിക്ക് ഈ പറഞ്ഞ മന്ത്രിമാരും ഒക്കെ അവിടെ ഇരിക്കുകയില്ലായിരുന്നു. സജി ചെറിയാൻ നടക്കും ആ സ്റ്റേജിൽ ഇരിക്കുക. അവർക്ക് പറയാമായിരുന്നല്ലോ, എടോ ഇത് ഇങ്ങനെ ആരെങ്കിലും ഉരുണ്ട് വീഴും, ഇവിടെ എന്തെങ്കിലും ഒരു മുളയോ എന്തെങ്കിലും കൊണ്ട് ബലമായിട്ടൊന്ന് കെട്ട് എന്ന് പറയാൻ ആർക്കും തോന്നിയില്ലല്ലോ.
അവരൊക്കെ സേഫായിട്ടിരുന്നു. ഇവർ അല്പം താമസിച്ചാണ് വന്നത് ഉമാ തോമസ്. ആ സാധു വീണു പോവുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ പിന്നെ സംഘാടകരുടെ പേരിൽ ഞങ്ങൾ കേസ്, ഇതൊക്കെ എല്ലാ അപകടം കഴിയുമ്പോഴും കേൾക്കുന്നതാണ്. സുരക്ഷാ പ്രോട്ടോക്കോൾ പാലിച്ചില്ല, പെർമിഷൻ മേടിച്ചില്ല, എക്സ്പ്ലോസീവ് ഇൻസ്പെക്ടറുടെ പെർമിഷൻ മേടിച്ചില്ല, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻസ്പെക്ടറുടെ പെർമിഷൻ മേടിച്ചില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പത്രവാർത്തയൊക്കെ ഇറങ്ങും. ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാലും സംഘാടകർ അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സംഘാടകർ പറയുന്നു അവർ ഈ സ്റ്റേഡിയത്തിൻ്റെ നടുക്കാണ് വിളക്ക് കൊളുത്തി ഇത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. അത് പറ്റില്ല എന്ന് സ്റ്റേഡിയത്തിൻ്റെ അധികൃതർ പറഞ്ഞു, അതായത് കോർപ്പറേഷൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ചാണ് ഞങ്ങളൊരു സബ് സ്റ്റേജ്, മെയിൻ സ്റ്റേജിന് താഴെ അല്പം താഴെയായിട്ടൊരു സബ് സ്റ്റേജ് പണിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് അതൊന്ന് വിരിച്ച് റെഡിയാക്കി അവിടെ കസേര ഇട്ടിട്ട് ഈ നിലവിളക്ക് കൊളുത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ടെമ്പററി സ്റ്റേജ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം അപ്പപ്പോൾ എടുത്ത ഡിസിഷൻസാണ്. ആരും ഉമാ തോമസിനെ കെണിവെച്ച് വീഴ്ത്താൻ മനഃപൂർവ്വം ചെയ്തതല്ല. അതൊരിക്കലും ഇല്ല. എന്നാലും 12,000 പേരെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഇത്രയും ബൃഹത്തായൊരു പരിപാടി നടത്തുമ്പോൾ യാതൊരു സുരക്ഷിതത്വവും പാലിച്ചില്ല എന്നുള്ളതല്ലേ ഇപ്പോൾ ഈ പുതിയ സ്റ്റേജ്. ഓഫ് കോഴ്സ് അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഈ പുതിയ സബ് സ്റ്റേജ് കെട്ടിയവരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അത് സേഫാണ്. കാരണം അവരുടെ ജോലി സ്റ്റേജ് കെട്ടുക എന്നുള്ളതാണ്. ജോസഫേ ഉറച്ചിട്ടുണ്ട് ചേട്ടാ, റൈറ്റ്, ഇപ്പോൾ ഒന്ന് ചവിട്ടി നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, പലകയാണ്, ഇപ്പോൾ ഒടിഞ്ഞു വീഴരുത് പറഞ്ഞാൽ വെയിറ്റൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല, ഇത്ര പേരുണ്ടാകും, ഇത്ര കസേര ഇടും, ആ വെയിറ്റൊക്കെ സുഖമായിട്ട് താങ്ങുന്നൊക്കെ പറയും. ഈ കൈവരി ഇവർക്ക് പ്രശ്നമല്ല, പണിയുന്നവർക്ക് കൈവരി പ്രശ്നമല്ല. മാത്രമല്ല ഇങ്ങനത്തെ കൈവരി ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസ് ജസ്റ്റ് നമുക്ക് കാണാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ബൗണ്ടറി ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളം, അത്രേ ഉള്ളൂ അത്. അപ്പോൾ അതൊരു ബലമല്ല, സപ്പോർട്ടല്ല. കൈവരി എന്ന് പറയുന്നത് നമ്മൾ വീണു പോകാതിരിക്കാനായിട്ട് നമുക്ക് പിടിക്കാനുള്ള കൈവരിയാണ്. ഒരു കോണിപ്പടിക്ക് കൈവരി കൊടുക്കുന്നത് നമുക്കതിൽ ബലം കൊടുത്ത് കയറാം, നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാൻ പോയി കഴിഞ്ഞാൽ അതിൽ പിടിക്കാം. അതിനാണ് ആ കൈവരി, അതിന് അത്രയും ബലം വേണം, അല്ലാതെ റിബൺ കൊണ്ട് സാധ്യമല്ല. പക്ഷേ ഈ പണിയുന്നവർക്ക് ഈ ഇത് ഓർമ്മ വരില്ല, പെട്ടെന്ന് തീർക്കണം കേട്ടോ, വേഗം തീർക്കുമ്പോൾ മണി 3 മണിയായി ഇപ്പം തന്നെ, ശരി തീർത്തു, ബലമൊക്കെ നോക്കി, റൈറ്റ്, ആ സ്റ്റേജ് പൊളിഞ്ഞ് ആരും താഴെ വീണില്ലല്ലോ, വീണില്ല, വെയിറ്റ് കൂടി അതുകൊണ്ട് സ്റ്റേജ് ഇടിഞ്ഞു, ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം അവരതൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ കൈവരി മാത്രം അവർ മിസ് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൈവരി ആവശ്യമില്ല. ഇത് സ്ട്രൈക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സംഘാടകരാരെങ്കിലുമാണ്. ഇത് കാര്യമൊക്കെ ശരി, ഇവിടെ പിടിക്കാനൊന്നും ഇല്ലല്ലോ, മനുഷ്യൻ വീണു പോകുമല്ലോ എന്ന് പറയേണ്ടതാണ്. നോക്കുക, ഒരു പക്ഷേ അത് മിസ്സായിപ്പോയി. അതൊന്നും മനഃപൂർവ്വമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അതിൻ്റെ പുറത്ത് കേസ് അത് ഇതൊക്കെ നടത്തിയിട്ട് എന്ത് കാര്യം? ഇപ്പോൾ പിന്നെ പോലീസിന് എന്തെങ്കിലും കേസൊക്കെ എടുത്തേ പറ്റുള്ളൂ. കാരണം പബ്ലിക് ഔട്ട് ക്രൈ ഉണ്ടാവുമല്ലോ. വളരെ ഷോക്കിംഗ് ആയിരുന്നല്ലോ. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണെന്നാണ് ഇങ്ങനെ വൻ നൃത്ത പരിപാടി നടക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടാവണം. ഇതിപ്പോൾ ഈ 12,000 പേരെ കൂട്ടി ഗിന്നസ് ബുക്കിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തു. ഇപ്പോൾ ഇതിങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഒരു കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞൊരു ഡാൻസ് നടത്തിയത് ഓർക്കുന്നുണ്ടോ? അന്നത് ഈ എല്ലാ പ്രോട്ടോക്കോളും, അതായത് കോവിഡിൻ്റെ സമയമായിരുന്നല്ലോ, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് മാസ്കൊക്കെ വെച്ച് നടക്കുന്ന സമയത്താണ് അന്ന് അത്രയും വലിയൊരു പ്രോഗ്രാം നടത്തിയത്. അന്ന് അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇവിടെയും ഈ 12,000 പേരെ സംഘടിപ്പിച്ച് അതിനെപ്പറ്റി ആകെ കോൺട്രവേഴ്സി തന്നെ വീണ്ടും വന്നിരിക്കുക. സാർ അത് ഇംഗ്ലീഷിൽ സാറ് കേട്ട് കാണുമല്ല, എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ്. സംഭവം കഴിയുമ്പോൾ എല്ലാവരും സംശയമില്ല. ഇപ്പം ഞാനും സാറും ഒക്കെ വയസ്സാണ്, കൈവരിയുടെ മഹാത്മ്യം അത് ഇതൊക്കെ നമ്മൾ പറയുന്നു. ബിഫോർ ദാറ്റ് ആർക്കും അത് തോന്നില്ല. അതാണ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് ആർക്കും അത് പറയാൻ തോന്നില്ല. ആ സ്റ്റേജിൽ എത്രയോ പേരുണ്ടായിരുന്നു. ഈ സാമാന്യ തത്വം അറിയാവുന്ന എല്ലാവരും ആ സ്റ്റേജിലുണ്ടായിരുന്നു. അവരാരും മനഃപൂർവ്വമല്ല, പക്ഷെ അവർക്കും തോന്നിയില്ല ഇത് അപകടമാണല്ലോ എന്ന് തോന്നിയില്ല. ഉമാ തോമസിന് ഇത് തോന്നിയില്ല. ഇവിടെ ഭാര്യ ഇതൊന്നുമില്ല, കൈവരിയൊന്നുമില്ല, ഞാൻ അവർ ഒരു പരിചയക്കാരനെ കണ്ടപ്പോൾ അവരെണീറ്റ് നിന്ന് കൈവീശുമ്പോൾ യു ഡോണ്ട് ഹാവ് എനി ബാലൻസ്. നിങ്ങളുടെ ബാലൻസ് തെറ്റുന്നൊരു ഏർപ്പാടാണ് കൈവീശുക എന്ന് പറയുന്നത്. ബോഡി വെയിറ്റ് ഒരു വശത്തേക്ക് പോകുന്നതാണ്, മുന്നോട്ട് മറിയും. കാല് വഴുതി ഒന്ന് മുന്നോട്ട് പോയെന്നാണ്. മുന്നോട്ട് ആഞ്ഞാൽ മതിയല്ലോ. ജസ്റ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ബോഡി അങ്ങോട്ട് മറിയും. പിന്നെ ചെന്ന് വീണത് കോൺക്രീറ്റിലാണ്.
അത് മഹാകഷ്ടമായി മഹാകഷ്ടമായി. ഏതായാലും അവർ ഏറ്റവും വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് ആശംസിക്കാമല്ലോ. സ്റ്റേബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ട് കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാണ് രാവിലത്തെ ബുള്ളറ്റിൻ. ഏറ്റവും വേഗം സുഖമായിട്ട് പാവം. അതെ, പാവം നല്ല സ്ത്രീയാണ്. ആരും അവരെ പറ്റി ഒരു കംപ്ലൈൻറ്റോ പ്രശ്നമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.